ഈശ്വരനാമം ജപിക്കുന്നത് മുജ്ജന്മ പാപങ്ങളിൽ നിന്നും മുക്തിയും ഈ ജന്മദുരിതങ്ങളിൽ നിന്നും മോചനത്തിനും സഹായിക്കുന്നു. ഇതിനെക്കുറിച്ചറിയാത്തവർ ഒരു നാമം കൊണ്ട് എന്ത് തലവരെയാണ് മാറ്റാൻ കഴിയുന്നത് എന്ന് ചോദിക്കും. ഒരേയൊരു നാമജപം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതാണ് സത്യം. അതിനു വേണ്ടത് ആദ്യം ഒരു ഇഷ്ടദേവതയെ കണ്ടെത്തുക എന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദേവത, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ സമാധാനമുണ്ടാകുന്ന, നിങ്ങൾക്കൊരു കണക്ഷൻ തോന്നുന്ന ഒരു ദേവത ആയിരിക്കണം. ഈ ഇഷ്ടദേവതയൊക്കെ എല്ലാ ജന്മങ്ങളിലും ഒന്നായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ മറന്നു പോയാലും ഒരിക്കലും ദേവത നമ്മളെ മറക്കില്ല. നമ്മുടെ ശരീരം മാത്രമല്ലേ മാറുന്നുള്ളൂ, ആത്മാവ് മാറുന്നില്ലല്ലോ. കഴിഞ്ഞ ജന്മം നമ്മളിൽ ചിലരൊക്കെയെങ്കിലും നല്ല ഉപാസന ഉള്ളവർ ആയിരുന്നിരിക്കും. ആ ദേവത തന്നെയായിരിക്കും ഈ ജന്മത്തിലും നിങ്ങളുടെ ഇഷ്ടദേവത. അത് ദേവിയാകാം, ശിവനാകാം, കൃഷ്ണനാകാം, അവരുടെ തന്നെ മറ്റു പല രൂപങ്ങളുമാകാം. നാമം ജപിക്കാൻ എല്ലാ സമയവും അനുയോജ്യമാണെങ്കിലും സാധാരണ പ്രഭാതത്തിലും സന്ധ്യയ്ക്കുമാണ് വളരെ നല്ലത്. ഏകാഗ്രമായ ജപത്തിന് ഏറ്റവും നല്ലത് ബ്രഹ്മമുഹൂർത്തമാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും സത്വശുദ്ധി വർദ്ധിക്കുന്നു എന്നതാണ് കാരണം. നിത്യേന ഒരു സ്ഥലം ജപത്തിനായി തിരഞ്ഞെടുക്കണം. കൃത്യമായ സമയനിഷ്ഠ പാലിക്കണം. കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കാം. ഇത് ശരീരത്തിലെ കാന്തിക മണ്ഡലത്തെ കൃത്യമാക്കും. വെറും നിലത്തിരുന്ന് ജപിക്കരുത്. കാരണം ഭൂമി എല്ലാ ഊർജത്തെയും അതിലേക്ക് വലിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ഊർജം വർദ്ധിപ്പിക്കാൻ ജപം നടത്തിയിട്ട് ഭൂമിക്ക് വലിച്ചെടുക്കാൻ കൊടുക്കേണ്ടതില്ലല്ലോ. ഗുരുദീക്ഷയുള്ളവർ അതാത് വിധിപ്രകാരം ജപിക്കാവുന്നതാണ്. അല്ലാത്തവർ ഇഷ്ടദേവതയുടെ മൂലമന്ത്രം, സ്തുതികൾ, കീർത്തനങ്ങൾ എന്നിവ ജപിക്കാവുന്നതാണ്. ജപമാലയിൽ മൂലമന്ത്രം ജപിക്കുന്നവർ രുദ്രാക്ഷം, തുളസിമാല, താമരമണിമാല, ചന്ദനമാല, സ്ഫടികം തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് 108 ജപം പൂർത്തിയാക്കാവുന്നതാണ്. മന്ത്രോച്ചാരണം തെറ്റുകൂടാതെ ജപിക്കണം. നമ്മൾ ഇരിക്കുന്നതിന് മുൻപിലായി ഒരു ഗ്ലാസ്സിലോ കിണ്ടിയിലോ ജലം വയ്ക്കുക. ജപം കഴിഞ്ഞതിനു ശേഷം ഈ ജലം കുടിക്കാവുന്നതാണ്. ഇതിലൂടെ നിങ്ങൾ ജപിച്ച മന്ത്രത്തിന്റെ മുഴുവൻ ശക്തിയും നിങ്ങളിൽ തന്നെ നിലനിൽക്കും. മന്ത്രം ജപിക്കുമ്പോൾ ആദ്യം ഉറക്കെയും പിന്നീട് തനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിലും ശേഷം മനസ്സിലും ജപിക്കുന്നത് വിരസത ഒഴിവാക്കും. ഏകാഗ്രതയോടെ ജപിക്കാൻ ശ്രമിക്കുക. ജപം തുടങ്ങുന്നതിന് മുൻപ് ഇഷ്ടദേവതയുടെ സ്വരൂപത്തെ ധ്യാനിക്കണം. ശേഷം ജപിക്കാം. അത് കഴിഞ്ഞ് ഇഷ്ടദേവതാ സ്തുതിയോ കീർത്തനമോ ജപിക്കാം. അവസാനം സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഈശ്വരൻ നൽകിയ സകല സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുക. ദൈനംദിന പൂജ വിധിപ്രകാരം ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് സങ്കല്പം നിവേദ്യം വച്ച് ഉപചാര പൂജയായി ചെയ്യാവുന്നതാണ്. നാമജപം സമ്പത്ത് പെയ്യുന്ന മന്ത്രമല്ല, അത് മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ദിവസേന ഒരേ നാമം ജപിക്കുമ്പോൾ ചിന്തകളിൽ ശുദ്ധി വരാൻ തുടങ്ങും. ഭയം കുറയും. പ്രശ്നങ്ങൾ ഒരു നാൾ കൊണ്ട് മാറാതിരിക്കാം, പക്ഷെ അവയെ നേരിടുന്ന നിങ്ങൾ മാറും. ഉപാസനകൾ കൃത്യമായും ചിട്ടയിലും ചെയ്താൽ ഫലം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. നന്ദി.